വമ്പൻ വാഗ്ദാനങ്ങളുമായി ബി.ജെ.പി. പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ്. ഏക സിവിൽ കോഡ് നടപ്പിലാക്കും, വനിതാ സംവരണം അത് പ്രാബല്യത്തിൽ കൊണ്ടുവരും, ഇന്ധനവില കുറയ്ക്കും. അങ്ങനെ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ, വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിലുണ്ട്. നരേന്ദ്രമോദിയാണ് ഈ വാഗ്ദാനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, അടുത്ത 5 വർഷത്തേക്കുള്ള വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിലുള്ളത്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടവ? ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുമെന്ന് പ്രകടന പത്രികയിലും പറഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗത്തിലും ആ കാര്യം പറഞ്ഞിരിക്കുന്നു. വലിയ എതിർപ്പുകൾ പ്രതിപക്ഷം ഉയർത്തുന്നതിനിടയിലാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന പ്രഖ്യാപിത ലക്ഷ്യം പൂർത്തിയാക്കുമെന്ന് പ്രകടന പത്രികയിൽ ബി.ജെ.പി. പറയുന്നത്. രണ്ടാമത്തേത് ഏകീകൃത സിവിൽ കോഡാണ്. ഏകീകൃത സിവിൽ കോഡ് ബി.ജെ.പി. ഭരിക്കുന്ന ഉത്തരാഖണ്ഡ് നടപ്പിലാക്കി കഴിഞ്ഞു. എന്നാൽ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആകെയുള്ള ഒരു ലക്ഷ്യം എന്നുള്ള നിലയിൽ എല്ലാവർക്കും ഒരേ നിയമം എന്ന നിലയിലാണെങ്കിലും ഉത്തരാഖണ്ഡിൽ തന്നെ ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തിയിരുന്നു. ഇപ്പോൾ രാജ്യത്താകമാനം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി.ജെ.പി. ഒപ്പം തന്നെ മറ്റു ചില ക്ഷേമ പദ്ധതികൾ പ്രധാനമായും പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ടത് മുദ്രാ യോജനയിലെ വായ്പ എടുക്കാനുള്ള പൈസ 20 ലക്ഷമാക്കി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഈ കൃഷി സമ്മാൻ കർഷകർക്കുള്ള വർഷാവർഷം നൽകുന്ന പണം നൽകുന്നത് തുടരും. ഒപ്പം മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്ധനത്തിൻ്റെ നികുതി കുറയ്ക്കും എന്നുള്ളതാണ്. അതായത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇന്ധനത്തിൻ്റെ നികുതി കുറയ്ക്കും എന്നാണ് പറയുന്നത്. 25 കോടി പേരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയിട്ടുണ്ട്. അത് ഇനിയും തുടരും എന്ന് പറയുന്നത്. വ്യോമയാന രംഗത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളൊപ്പം തന്നെ നോർത്ത് ഈസ്റ്റിൽ പുതിയ ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴി സ്ഥാപിക്കും. തമിഴ് വലിയ ഭാഷയാണ്, തമിഴിനെ പ്രോത്സാഹിപ്പിക്കുമെന്ന് നരേന്ദ്രമോദി പറയുന്നു. ഒപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റു ചില പ്രഖ്യാപനങ്ങളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം അദ്ദേഹം ഊന്നൽ നൽകി പറഞ്ഞ ഒരു കാര്യം, അഴിമതിക്കാർക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കും. ആ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചിലർ ജയിലിൽ കിടക്കുന്നത്. കള്ളപ്പണം കണ്ടുകെട്ടും, അത് ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. അഴിമതിക്കെതിരായ നടപടി തുടരും. ഒപ്പം തന്നെ ജൂൺ 4-ന് ശേഷം ഈ വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ പുനരാരംഭിക്കും. 100 ദിന കർമ്മ പരിപാടി ഇപ്പോൾ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ടൂറിസം വികസനത്തിലൂടെ പ്രദേശത്തിന്റെ വികസനം സാധ്യമാക്കും. മികച്ച ടൂറിസം കേന്ദ്രത്തിന്റെ വികസനത്തിനായി പദ്ധതികൾ നടപ്പിലാക്കും. വിവരങ്ങൾ നൽകിയത്.